Yes. So we shall prove that there does not exist a smallest positive real number. That's result. This result prove cheyanam. Proof idana. Suppose A is the contradiction which is prove cheyana. Suppose there does not exist and namukku prove cheyande. Suppose there exists a smallest positive real number A. Suppose A is the smallest positive real number. Smallest positive real number. Then in the Varnava is 0 less than half into A less than A. So half A is a positive real number. Positive real number. And then half a positive real number. A positive and half positive and half into A positive and A belongs to P, B belongs to P implies A into B belongs to P. So A half a positive real number and A positive real number and half into A positive real number and which is less than it's a contradiction. It's a contradiction. Therefore, there does not exist a smallest positive real number. That's the proof. Next, this is a theorem. This theorem is this chapter, this section, too important theorem. It important means നമുക്കത് നമുക്ക് ബാക്കിയൊക്കെ നമുക്ക് ഒബ്വിയസ് റിസൾട്ടുകളാണ്. ബാക്കിയുള്ള റിസൾട്ട് ഒക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം. പക്ഷേ ഈ റിസൾട്ട് നമുക്കൊരു സംശയം വരുന്ന ഒരു റിസൾട്ട് ആണ്. ദ തിയറം if A belongs to R is such that zero less than or equal to A strictly less than epsilon for every epsilon greater than 0, then A equal to 0. നോക്കുക, എനെ കുറിച്ച് നമുക്കറിയാം A പൂജ്യത്തിനേക്കാളും വലുതോ തുല്യമോ ആണ്. ഏത് എപ്സിലോൺ എടുത്താലും A എപ്സിലോണിനേക്കാളും കുറവാണ്. എപ്സിലോൺ 1/2 എടുത്താല് അതിനേക്കാളും കുറവാണ് A. എപ്സിലോൺ 1/4 എടുത്താല് എപ്സിലോൺ 0.01 എടുത്താല് A അതിനേക്കാളും സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണ്. എപ്സിലോൺ 0.0000001 എടുത്താല് A അതിനേക്കാളും സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണ്. അങ്ങനെ ആവുകയാണെങ്കിൽ Aക്ക് ആകാവുന്ന ഒരൊറ്റ ചോയ്സ് ഉള്ളൂ, A ഈക്വൽ ടു 0. അപ്പൊ എങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യുക നോക്കാം. ഇതിന്റെ പ്രൂഫ് വളരെ സിമ്പിൾ ആണ്. Suppose A not equal to 0. A equal to 0 ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ കോൺട്രഡിക്ഷൻ അസ്യൂം ചെയ്യാം. Suppose A not equal to 0. A not equal to 0 ആണെങ്കിൽ നമുക്ക് ഇവിടെ നമുക്കൊരു കാര്യം കിട്ടും. A greater than or equal to 0 ആണെന്ന്. A greater than or equal to 0 ആണ് നമുക്ക് തിയറത്തില് ഹൈപ്പോത്തസിലുണ്ട്. A not equal to 0 നമ്മൾ അസ്യൂം ചെയ്തു. അപ്പൊ പിന്നെ A എന്തായിരിക്കും? A is already greater than or equal to 0 and we assume that A not equal to 0. A greater than 0. A strictly greater than 0. Since A greater than or equal to 0, A
strictly greater than 0. A strictly greater than 0 ആയാൽ a by 2 strictly greater than 0, right? ഏത് പോസിറ്റീവ് റിയൽ നമ്പറിന്റെ ഹാഫും പോസിറ്റീവ് ആണ്. We put epsilon equal to a by 2. കാരണം epsilon is any positive real number. പോസിറ്റീവ് ആയിട്ടുള്ള ഏത് നമ്പറിനും നമുക്ക് എപ്സിലോൺ എന്ന് വിളിക്കാം. പോസിറ്റീവ് ആയിട്ടുള്ള ഏത് വാല്യൂ എപ്സിലോൺ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ a by 2 പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യണേ? a by 2 പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് എപ്സിലോണിന് എന്ത് കൊടുക്കാം? എപ്സിലോണിന് നമുക്ക് ഇഷ്ടമുള്ള പോസിറ്റീവ് നമ്പർ കൊടുക്കാം. അപ്പൊ നമ്മൾ a by 2 എപ്സിലോൺ ആയിട്ട് എടുത്തു. a by 2 എപ്സിലോൺ ആയിട്ട് എടുത്താൽ ഈ ഇനീക്വാലിറ്റി എന്തായി മാറും നോക്കൂ. Then 0 less than or equal to a less than epsilon. What is epsilon? a by 2. Is this possible? ഒരു പോസിറ്റീവ് നമ്പറിനേക്കാളും വലുതാവാൻ കഴിയും അതിന്റെ പകുതിക്ക്. This is a contradiction. Contradiction ഇങ്ങനെ പറയാം, കാരണം പരസ്പരം കൂട്ടിമുട്ടിയുന്നില്ല. This is a contradiction. So a not equal to 0 എന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ് കോൺട്രഡിക്ഷൻ കിട്ടിയത്. Therefore a equal to 0. This result is very important. നമുക്ക് ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കേണ്ടത് എന്താ, നമുക്ക് ഇവിടെ എക്സ് അല്ല എ എന്ന് നമുക്ക് ഇവിടെ ഒരു പ്രത്യേകത നോക്കാം. 0 less than or equal to x less than epsilon എന്ന് പറഞ്ഞാൽ എക്സിന് ഒരുപാട് എക്സിന് വേരി ചെയ്യാലോ. എക്സ് 0.1 ആണ്. അപ്പൊ ഇത് എപ്സിലോൺ 0.01 ആവുമ്പോ എക്സിന് 0.001 ആവാം. അങ്ങനെ ചെയ്താൽ മതി. പക്ഷെ ഇതൊരു പർട്ടിക്കുലർ ഇതിനൊരൊറ്റ വാല്യൂ ഉള്ളൂ. എ ആവുമ്പോ അല്ലേ പ്രത്യേകത, a belongs to R is a fixed number. ഒരു ഫിക്സ്ഡ് നമ്പർ ആണ്. അത് ഏത് എപ്സിലോണിനേക്കാളും കുറവാണ്. അങ്ങനെ കഴിയില്ലല്ലോ. ഒരു ഫിക്സ്ഡ് നമ്പറിന് ഒരു വാല്യൂ ഉള്ളല്ലോ സ്വീകരിക്കാൻ കഴിയാ. ഒറ്റ വാല്യൂ സ്വീകരിക്കാൻ കഴിയുള്ളൂ. ആ വാല്യൂ ഏത് എപ്സിലോണിനേക്കാളും കുറവാൻ കഴിയില്ല. കാരണം ഏത് പോസിറ്റീവ് റിയൽ നമ്പറിനേക്കാളും അതിനേക്കാളും കുറവാണ് പറഞ്ഞാൽ പിന്നെ അതിന് ആകെ ഓപ്ഷൻ ഉള്ളൂ നേരെ 0 ആവുക. 0 ആയ പിന്നെ ഏത് എപ്സിലോണിനേക്കാളും കുറവാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഈ പ്രൂഫ് ഓർത്തിരിക്കുക. മാത്രമല്ല അത് ഇങ്ങനെ എക്സാമിന് ചോദിക്കും. ആ ക്വസ്റ്റ്യന്റെ പകുതി തന്നിട്ടേ if 0 less than or equal a less than epsilon for every epsilon greater than 0 then a equal to then what the value of a is എന്നൊക്കെ പറഞ്ഞിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഒറ്റ തിയറോടെയും if ab greater than 0 then either a greater than 0 and b greater than 0 or a less than 0 and b less than 0. എ ബി പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എയും ബിയും പോസിറ്റീവ് അല്ലെങ്കിൽ എയും ബിയും നെഗറ്റീവ്. എങ്ങനെ ഇത് പ്രൂവ് ചെയ്യാൻ നോക്കാം. ഇങ്ങനെ ഇത് പ്രൂവ് ചെയ്യാൻ നോക്കാം. പ്രൂഫ് നമുക്ക് തന്നിരിക്കുന്നതാണ് given a into b greater than 0. a into b is a real number. It is greater than 0 means a into b not equal to 0, a into b not less than 0. a into b not equal to 0 means a into b not equal to 0 means
A not equal to 0 and B not equal to 0. Right? A or B or 0. A B strictly positive A B ഒരു റിയൽ നമ്പർ ആയിട്ട് കാണാം. ഒരു നമ്പറിന് ഒന്നുകിൽ പോസിറ്റീവ് അല്ലെങ്കിൽ അല്ലെ എ ബി സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും, എ ബി 0 അല്ല എന്ന് പറയാൻ പറ്റും. എ ബി നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. എ ബി നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാല് എ 0 അല്ല ബി, കാരണം എ ഒ ബി 0 ആയ എ ബി 0. അപ്പൊ എ ബി നോട്ട് ഈക്വൽ ടു 0 പറഞ്ഞാൽ ഐദർ എ നോട്ട് ഈക്വൽ ടു 0 ഓർ ബി നോട്ട് ഈക്വൽ ടു 0 അല്ല. എ ബി നോട്ട് ഈക്വൽ ടു 0 മീൻസ് none of A or B is 0. A or B ഒന്നുപോലും 0 അല്ല എന്നാണ് ഇതിൽ. അപ്പോ A not equal to 0, B not equal to 0 എന്ന് കിട്ടും. അപ്പോ ഇനി എക്ക് രണ്ട് കേസ് ഉണ്ട്. സപ്പോസ് A not equal to 0 പറഞ്ഞാൽ പിന്നെ എക്ക് എന്തൊക്കെ ആവാനേ പറ്റുള്ളൂ? A not equal to 0 എന്നുള്ള കേസ് എടുക്കുക. A not equal to 0 ആയാൽ A greater than 0 ഒന്നാമത്തെ കേസ്, A less than 0 രണ്ടാമത്തെ കേസ്. A not equal to 0 പറഞ്ഞാൽ എക്ക് രണ്ട് ചാൻസ് ഉള്ളൂ, A greater than 0, A less than 0. A greater than 0 ആവുമ്പോ 1/A greater than 0 ആണ്. A greater than 0 ആവുമ്പോ 1/A greater than 0 ആണ്. That is 1/A belongs to P. 1/A belongs to P. AB greater than 0 ആണെന്ന് തന്നിട്ടുണ്ട്. Therefore, AB belongs to P. Now, what is 1/A into AB? 1/A into AB belongs to P. കാരണം പിയിലുള്ള രണ്ട് എലമെന്റിന്റെ പ്രൊഡക്റ്റും പിയിൽ ഉണ്ടാവും. അസോസിയേറ്റിവിറ്റി അപ്ലൈ ചെയ്യുക. അപ്പൊ 1/A into A into B, 1 into B, that is 1 into B belongs to P. That is B belongs to P. That is B greater than 0. അപ്പോ എ ബി പോസിറ്റീവ് ആണെങ്കിൽ എ പോസിറ്റീവ് ആണെങ്കിൽ ബിയും പോസിറ്റീവ് ആണെന്ന് കിട്ടും. എ പോസിറ്റീവ് ആണെങ്കിൽ ബിയും പോസിറ്റീവ് ആണെന്ന് കിട്ടും. അതേപോലെ അടുത്തും ചെയ്യാം. അടുത്ത് എങ്ങനെ ചെയ്യാം നോക്കാം. അടുത്ത് സപ്പോസ് A less than 0, then 1/A less than 0, 1/A minus 1/A belongs to P. 1/A negative ആകുമ്പോൾ negative of negative belongs to P. Minus 1/A belongs to P. And AB greater than 0 നമുക്ക് ഓൾറെഡി ഉണ്ട്. അപ്പൊ AB belongs to P. അപ്പൊ എന്താ minus 1/A into AB belongs to P. നമ്മൾ പറഞ്ഞ ഒരു അസോസിയേറ്റിവിറ്റിയും കമ്മ്യൂട്ടേറ്റിവിറ്റി ഒക്കെ അപ്ലൈ ചെയ്താൽ മൈനസ് ബി ബിലോങ്സ് ടു പി എന്ന് കിട്ടും. മൈനസ് ബി ബിലോങ്സ് ടു പി മീൻസ് ബി ഈസ് ലെസ് ദാൻ 0. അപ്പൊ ഇതാണ് അതിന്റെ പ്രൂഫ്. A greater than 0 ആകുമ്പോൾ B greater than 0 ആണെന്നും A less than 0 ആകുമ്പോൾ B less than 0 ആണെന്നും പ്രൂവ് ചെയ്താൽ മതി. ഇതിന്റെ കൊറോളറി ആയിട്ട് ഒരു റിസൾട്ട് ഉണ്ട്. കൊറോളറി പറഞ്ഞ അനുബന്ധം എന്നാണ്, ഇതിനോട് തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള റിസൾട്ട് എന്നാണ്. ഇഫ് എ ബി ലെസ് ദാൻ 0, then either A greater than 0 and B less than 0, or A less than 0, B greater than 0. എ ബി നെഗറ്റീവ് ആണെങ്കിൽ ഒന്നുകിൽ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആയിരിക്കും. അതാണ്, ഏതെങ്കിലും ഒന്ന് പോസിറ്റീവ് ആയിരിക്കും, അടുത്ത നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത് ഇതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും. എ പോസിറ്റീവ് ആണെന്ന് ചെയ്താല് ബി നെഗറ്റീവ് ആണെന്ന് കിട്ടും. തൊട്ടുമ്പത്തെ അതേ റിസൾട്ട് പ്രകാരം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ഈസ് ഇനീക്വാലിറ്റി. ഇനീക്വാലിറ്റീസില് ആദ്യം ഇങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ആണുള്ളത്. ഡിറ്റർമിൻ ദ സെറ്റ് എ.
of real numbers such that 2x plus 3 less than or equal to 6. നമുക്കറിയാം ഒരു ഇനീക്വാലിറ്റിന്റെ രണ്ടു ഭാഗത്ത് ഒരേ നമ്പർ ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം, പോസിറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാം, ഇനീക്വാലിറ്റി റിവേഴ്സ് ചെയ്യില്ല, നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇനീക്വാലിറ്റി റിവേഴ്സ് ചെയ്യും. ആ ഐഡിയകൾ മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? -3 രണ്ടു ഭാഗത്ത് ആഡ് ചെയ്യും. -3 രണ്ടു ഭാഗത്ത് ആഡ് ചെയ്താൽ 2x, ഈ 3 അങ്ങോട്ട് കൊണ്ടുപോകാൻ -3 ആഡ് ചെയ്താൽ മതി. അപ്പൊ 2x less than or equal to 3 എന്നാവും. This x less than or equal to 3/2 എന്നാവും. അപ്പൊ a എന്നുള്ള സെറ്റ് എന്തായിരിക്കും? a എന്നുള്ള set of all real numbers such that ആണ്. So a equal to set of all x belongs to R such that x less than or equal to 3/2. Right? ഉണ്ടാവാ അതിലൊരു കുറച്ച് ഡിഫിക്കൽറ്റി ലെവലിലൊരു ചോദ്യം ഉണ്ട്. 8 മിനിറ്റ് കൂടി ഉണ്ട്, ഞാൻ അതുകൂടി പറയാം. Determine the set B equal to set of all x belongs to R such that x square plus x greater than 2. നമുക്ക് എക്സ് എന്താണെന്നാണ് പറയേണ്ടത്, എക്സ് ഏത് ഇന്റർവെല്ലിലാണെന്നാണ് പറയേണ്ടത്. അപ്പൊ ഇവിടെ ഇത് പ്രത്യേക വിധത്തിലാണ് ചെയ്യേണ്ടത്. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഗ്രേറ്റർ ദാൻ 2 മീൻസ് ഇതിന് എക്സ് കാണാൻ കഴിയില്ല. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് -2 ഗ്രേറ്റർ ദാൻ 0 എന്നാണ്. ഈക്വൽ ടു 0 ആണ് നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ചിട്ട് സോൾവ് ചെയ്യായിരുന്നു. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്യണം. ഫാക്ടറൈസ് ചെയ്യാന് നമുക്കറിയാം ഇവിടെ സമ്മ് പ്ലസ് വണ്ണും ആണോ? പ്ലസ് 1 ആണോ? -b/a അല്ലെ. സമ്മ് 1ഉം പ്രൊഡക്റ്റ് -2 വരുന്ന രണ്ട് നമ്പറുകളല്ലേ കാണേണ്ടത്? ഏതൊക്കെയാണ് നമ്പർ? 1ഉം -2ഉം എന്താ? -1ഉം +2ഉം അല്ലേ? -1ഉം +2ഉം സം ചെയ്ത +1 കിട്ടും, -1 × 2 -2 കിട്ടും. സോ ദീസ് ആർ ദ നമ്പേഴ്സ്. അപ്പൊ എങ്ങനെ ഇതിനെ ഫാക്ടറൈസ് ചെയ്യും? x -1 into x + 2 greater than 0. നോക്കുക, നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞു രണ്ട് നമ്പറിന്റെ പ്രൊഡക്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ എന്താണ്? ഒന്നുകിൽ രണ്ടും then either ഒന്നുകിൽ x -1 greater than 0 ആണ്, x + 2 greater than 0 ആണ്, or x -1 less than 0 and x + 2 less than 0. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ശരിയാവുക. നോക്കുക, ആദ്യത്തെ കേസ് നോക്കുക. x -1 greater than 0 ആണ് x greater than 1. x greater than 1. രണ്ടാമത്തെ x greater than -2. ഇത് രണ്ടും ഒന്നിച്ച് ശരിയാവണം. ആൻഡ് ഇത് രണ്ടും ശരിയാണ്. x 1-നേക്കാളും കൂടുതലാണ്, x -2-നേക്കാളും കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അത് രണ്ടും കൂടെ നടക്കണമെങ്കിൽ എന്തായാൽ മതി? x 0 ഇവിടെ, -2 ഇവിടെ. x -2ന്റെ റൈറ്റ് സൈഡിലാണ്, x 1ന്റെ റൈറ്റ് സൈഡിലാണ്. ഇത് രണ്ടും കൂടെ ശരിയാവണമെങ്കിൽ x ഇവിടെ ആയ പോരെ? x ഇവിടെ ആയത് രണ്ടും ശരിയായി. x 1ന്റെ റൈറ്റിലായാല് -2-നേക്കാളും ഓട്ടോമാറ്റിക്കലി വലുതായി. സോ ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് നമുക്ക് പറയാൻ പറ്റുക x is strictly greater than 1 എന്നാണ്. ഇത് മനസ്സിലായോ? നമുക്ക് ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നുകിൽ ഇത് രണ്ടും ശരിയാവണം, അല്ലെങ്കിൽ ഇത് രണ്ടും ശരിയാവണം. ഇനി രണ്ടാമത്തെ രണ്ട് കണ്ടീഷൻ എന്താ കിട്ടുക നോക്കട്ടോ. ഇത് ശരിയല്ലെങ്കിൽ ഒന്നുകിൽ ഇത് ശരിയാവണം, ഓർ ഇനി ഇവിടെ എന്താ കിട്ടുക നോക്കട്ടോ, x less than 1 and x less than -2. x 1-നേക്കാളും കുറവാകണം, പിന്നെ x -2-നേക്കാളും കുറവാണ്. അതെങ്ങനെ വരിക നോക്കാം. x 1-നേക്കാളും കുറവാണ്, -2-നേക്കാളും കുറവാണ്.
അപ്പൊ എന്തായാൽ മതി, എക്സ് -2 കുറവായാൽ മതി, ഓട്ടോമാറ്റിക്കലി 1 കുറവാകും. അപ്പൊ ഇതിൽ നിന്ന് കിട്ടുക എക്സ് ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ -2. സോ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ, ഒന്നുകിൽ ഇത് ശരിയാവണം ഓർ ഇത് ശരിയാവും. ആദ്യത്തെ ശരിയാവുകയാണെങ്കിൽ ഇത് ശരിയാവും, രണ്ടാമത്തെ ശരിയാണെങ്കിൽ ഇത് ശരിയാവും. സോ സെറ്റ് ബി ഈസ് the set of all x belongs to R such that x greater than 1 or x less than -2. ഒന്നുകിൽ x1ന്റെ ഇതാണ് സെറ്റ് ഉണ്ടാവുക, 1ന്റെ റൈറ്റിലെ നമ്പേഴ്സും -2ന്റെ ലെഫ്റ്റിലെ നമ്പേഴ്സ്, ഈ ഇവിടെ രണ്ടിടത്തുമാണ് ഈ റിസൾട്ട് ശരിയാവും. ഇവിടെ ശരിയാവില്ല, ഇവിടെ ഈ റിസൾട്ട് തെറ്റായിരിക്കും. സോ ഇതാണ് ബി എന്ന് പറയുന്ന സെറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ഡിഫിക്കൽട്ടി ലെവലിലാണ്. നിങ്ങൾക്ക് ഒരു ഹിന്റ് തന്നിട്ട് അത് നിങ്ങൾക്ക് ലീവ് ചെയ്യായിരിക്കും നല്ലത് എനിക്ക് തോന്നുന്നു. ഡിറ്റർമിൻ ദ സെറ്റ്. നമുക്ക് എ ബൈ ബി പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞാല് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാല് a × 1/b ഗ്രേറ്റർ ദാൻ 0 ആണ് എന്ന് പറഞ്ഞാൽ ഐദർ പ്രൊഡക്റ്റിന്റെ അതേപോലെയാണ് വരിക. എയും ബിയും പോസിറ്റീവ് ആകുമ്പോഴുള്ളൂ a/b പോസിറ്റീവ്, അല്ലെങ്കിൽ എയും ബിയും നെഗറ്റീവ് ആകുമ്പോഴോ. അപ്പൊ പ്രൊഡക്റ്റിന്റെ അതേപോലെയാണ് വരിക. പക്ഷെ ഇവിടെ എന്താ അറിയോ, ഇവിടെ റൈറ്റ് സൈഡിൽ 0 ആക്കണം. ഇത് നമ്മൾ വേറെ രീതിയിൽ സോൾവ് ചെയ്ത ആൻസർ ശരിയാവില്ല. നിങ്ങൾ x+2 അങ്ങോട്ട് മൾട്ടിപ്ലൈ ആയിട്ട് രണ്ടും അതും സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ തെറ്റായിരിക്കും. അപ്പൊ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈ 2x + 1 ഡിവൈഡ് ബൈ x+2 -1 സ്ട്രിക്ട്ലി ലെസ് ദാൻ 0. ഇപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്ത് ഒരു ടേം ആയി മാറും. ഇത് x+2 ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്താല് പിന്നെ തൊട്ട് മുമ്പ് ചെയ്ത പോലെ ന്യൂമറേറ്ററും പോസിറ്റീവ് ഡിനോമിനേറ്ററും പോസിറ്റീവ് ആകുമ്പോൾ ഒരു വാല്യൂ കിട്ടും. പിന്നെ അതേപോലെ രണ്ടും ഇവിടെ ലെസ് ദാൻ 0 ആണ് അല്ലെ. ഒരു സ്റ്റെപ്പ് കൂടി ചെയ്ത് നോക്കാം. ഇറ്റ് ഈസ് 2x - x -1 ഡിവൈഡ് ബൈ x+2 ലെസ് ദാൻ 0 എന്നാണ് കിട്ടുക. അപ്പൊ ഇത് ശരിയാവണമെങ്കിൽ എന്താണ്, ഒന്നുകിൽ x -1 ഗ്രേറ്റർ ദാൻ 0 ആൻഡ് x+2 ലെസ് ദാൻ 0 ആണ്, നെഗറ്റീവ് ആണല്ലോ ആണ്, ഓർ x -1 ലെസ് ദാൻ 0 ആൻഡ് x+2 ഗ്രേറ്റർ ദാൻ 0. അപ്പൊ ഇത് സോൾവ് ചെയ്താല് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ചെയ്ത് നോക്കുക. ഇതുപോലത്തെ പ്രോബ്ലങ്ങൾ എക്സർസൈസിലുണ്ട്, അതും ചെയ്ത് നോക്കുക. ലാസ്റ്റ് 1 മിനിറ്റ് ആണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക.